നമസ്കാരം സർ. ഇന്ത്യ പുതുതായി 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും നേവിക്കാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇത് നേവിക്ക് നൽകുന്ന മേൽക്കൈ എന്തായിരിക്കും? ശരിയാണ്. ഫ്രാൻസിൽ നിന്നും 26 റഫാൽ എം എന്ന് പറഞ്ഞാൽ റഫാൽ മറൈൻ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഡിഫൻസ് എടുത്തു കഴിഞ്ഞു. അതായത് അത് വിവിധ തലങ്ങൾ, നമ്മളിപ്പോൾ ഒരു ആയുധ പർച്ചേസ് ഇന്ത്യയിൽ ആദ്യം അതിൻ്റെ റെക്കമെൻഡേഷൻ പോവും, പിന്നീട് സൈനിക തലത്തിൽ അതിന് പരിശോധനകൾ നടക്കും. അങ്ങനെ ഒരുപാട് പടികളുണ്ട്, അതിനകത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഡിഫൻസ്, അതിൻ്റെ ഒരു അപ്രൂവൽ. അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇനി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കരാർ ഒപ്പുവെക്കുകയും അങ്ങനെ ഇത് ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാവുകയും ചെയ്യും. മീര പറഞ്ഞതുപോലെ ഇത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടാണ് ഈ 26 റഫാൽ വിമാനങ്ങളും പുതുതായി ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ പുതിയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനായിരിക്കും ഈ 26 റഫാൽ വിമാനങ്ങളും പൊസിഷൻ ചെയ്യുക എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള INS വിക്രമാദിത്യയിൽ ഇപ്പം ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള MiG-29K എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റാണ്. ഈ റഫാൽ നമ്മുടെ നേവിയുടെ കൈവശം വരുന്നതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കൊരു മേൽക്കൈ തന്നെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ റഫാൽ എന്ന് പറയുന്നത് ശരിക്കും 4.5 അതായത് ഇപ്പൊ ചൈനയൊക്കെ പറയുന്ന പല പല സാങ്കേതികതകൾ നമ്പറുകളും ഒക്കെ കൊണ്ടിട്ട് അവർ നമ്മളെ പേടിപ്പിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ഈ റഫാൽ 4.5 ജനറേഷൻ എന്ന് പറയുമ്പോൾ അത് ശരിക്കും 4.5 അല്ലെങ്കിൽ 5th ജനറേഷൻ തന്നെയാണ്. കാരണം ഇത് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അതിൻ്റെ കാര്യക്ഷമത തെളിയിച്ച വിമാനങ്ങളാണ് റഫാൽ. ഇപ്പൊ ചൈനയുടെ JF-20 എന്നോ അല്ലെങ്കിൽ ചെങ്ഡു എന്നൊക്കെ പറയുന്ന വിമാനങ്ങൾ അത് എങ്ങനെ പ്രവർത്തിക്കും, ഒരു യുദ്ധത്തിൽ എത്രത്തോളം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. കാരണം യഥാർത്ഥ യുദ്ധത്തിൽ അത് പങ്കെടുത്തിട്ടില്ല ഇതുവരെ. പക്ഷേ റഫാൽ അതല്ല. റഫാല് ഇപ്പോൾ സിറിയയിൽ നടന്ന നാറ്റോയുടെ ആക്രമണങ്ങളിലാകട്ടെ മറ്റ് സ്ഥലങ്ങളിലാകട്ടെ ഇതിലെല്ലാം റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റഫാലിന്റെ ഒരു കാര്യക്ഷമത, പ്രായോഗികത തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ റഫാലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ദീർഘദൂരം പോകുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, അതായത് എയർ ടു എയർ മിസൈൽ എന്ന് പറയും. അത് ഒരു വിമാനത്തിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു വിമാനത്തിനെ വെടിവെച്ചിടുന്ന, പഴയ കാലത്ത് അങ്ങനല്ല, വളരെ അടുത്ത് വരുമ്പോൾ പീരങ്കി ഉപയോഗിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത്. ഇപ്പോഴങ്ങനല്ല. അത് ഇവിടെ ഇരുന്നു, ഇപ്പോൾ ഒരു വിമാനം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഇന്ത്യയുടെ ആകാശത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് പറന്നു പോകുന്ന ഒരു വിമാനത്തെ ആക്രമിക്കാം. അതിനാണ് ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ. അപ്പോൾ ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും റേഞ്ചുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായിട്ടുള്ള മെറ്റിയോർ ഘടിപ്പിച്ചതാണ് ഈ റഫാൽ വിമാനങ്ങൾ. അതാണ് ഈ വിമാനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മേൽക്കൈ. ശരിക്കും ബാലാക്കോട്ട് ആക്രമണം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഒരു വിമാനം നമുക്ക് അറിയാം, ഇന്ത്യയുടെ ഒരു മിഗ് വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. ആ വെടിവെച്ചിടാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് ഈ മിഗ് വിമാനത്തിന് ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല് വളരെ ചെറിയ ദൂരം പോകുന്ന മിസൈൽ മാത്രമേ മിഗ് വിമാനത്തിലുള്ളൂ. അത് വെറും 40 കിലോമീറ്റർ. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലാണ് ഈ വരാൻ പോകുന്ന വിമാനത്തിലുള്ളത്. ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന മിഗ് 21 വെറും 40 കിലോമീറ്റർ പോകുന്ന R-36, അതുപോലെ R-77 ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ഇന്ത്യ ഏതാണ്ട് 70-80 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഘടിപ്പിച്ചു നമ്മുടെ ഈ സുഖോയ് MK-30K എന്ന് പറയുന്ന വിമാനത്തിൽ. പക്ഷേ എങ്കിലും അമേരിക്കയുടെ ആംറാം എന്ന് പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിനോട് താരതമ്യപ്പെടുത്താവുന്നതല്ല അതൊന്നും. ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മിസൈൽ ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ തദ്ദേശീയമായിട്ടുള്ള നമ്മൾ നിർമ്മിക്കുന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിൽ പോലും ഘടിപ്പിക്കുന്നുണ്ട്. അതിന് 110 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബാലാക്കോട്ട് ആക്രമണ കാലത്തെ ഇന്ത്യക്ക് ദീർഘദൂര റേഞ്ചുള്ള
ബിയോണ്ട് വിഷ്വൽ എയർ ടു മിസൈലുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിഗ് 21 വിമാനം നഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന മിസൈലുകൾ, എയർ ടു എയർ മിസൈലിന് ഏതാണ്ട് 40 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററിനുള്ളിൽ വരുന്ന റേഞ്ച് മാത്രമേ അന്ന് MiG-21 ഘടിപ്പിച്ചിരുന്ന എയർ ടു എയർ മിസൈലുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാകിസ്ഥാന്റെ കൈവശം അന്ന് പാകിസ്ഥാന്റെ F-16 അമേരിക്കൻ എയർ ടു എയർ മിസൈലായ ആംറാം മിസൈലുകൾ ഉണ്ടായിരുന്നു. അതിന് ഏതാണ്ട് 80-90 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലാണ്. അത് കാരണമാണ് അവിടെ ഇന്ത്യക്ക് ഒരു ഹാൻഡിക്യാപ്പ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പരിമിതി അവിടെ ഉണ്ടായി. ശരിക്കു പറഞ്ഞാൽ അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വളരെ വേഗത്തിൽ അസ്ത്ര മിസൈല് വികസനം പൂർത്തിയാക്കിയത്. പിന്നീട് ആ അസ്ത്ര മിസൈൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിലോട്ട് ഇൻഡക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ റഫേൽ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെറ്റിയോർ എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് 10 മടങ്ങാണ്. 200 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. അപ്പൊ ഈ 200 കിലോമീറ്റർ റേഞ്ചുള്ള ഈ മെറ്റിയോർ മിസൈൽ ഇന്ന് ലോകത്തിലെ തന്നെ വിവിധ വ്യോമസേനകളുടെ കൈവശമുള്ള ഏറ്റവും റേഞ്ചുള്ള മിസൈലുകൾ ഒന്നാണ്. പക്ഷെ ഉപയോഗത്തിലിരിക്കുന്ന ഏറ്റവും റേഞ്ചുള്ള മിസൈലുമാണ്. മറ്റ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ചില മിസൈലുകൾ വരുന്നുണ്ട്, പക്ഷേ എങ്കിലും അവ ഉപയോഗത്തിലായിട്ടില്ല. ഈ മെറ്റിയോർ മിസൈൽ ഇപ്പോൾ തന്നെ ഉപയോഗത്തിലുള്ളതും അതിൻ്റെ ഒരു പ്രയോജനക്ഷമത, കാര്യക്ഷമത തെളിയിച്ചിരിക്കുന്നതുമാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ റഫാൽ വിമാനത്തോടൊപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻസിനെ വളരെയധികം സഹായിക്കും. ഇന്ത്യൻ നേവിക്ക് ഒരു മേൽക്കൈ തന്നെ ഇതിൽ നിന്ന് ലഭിക്കും. കാരണം പുതുതായി നമ്മൾ പണിഞ്ഞിറക്കിയ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പൽ, അതോടുകൂടി ഈ വിമാനങ്ങൾ ഉൾപ്പെടുത്തി കഴിയുമ്പോഴേക്കും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിരീക്ഷണം, റെക്കണൈസൻസ്, അതായത് സൈനികമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ വരുമ്പോൾ അവയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, അല്ലെ അവയെ ഫോളോ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരം പ്രവർത്തികൾക്കും നമുക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. പിന്നെ ഇതിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കൈവശം റഫാൽ വിമാനങ്ങളുണ്ട്. അപ്പോൾ ഈ ഏതൊരു രാഷ്ട്രത്തിൽ നിന്നും പുതുതായിട്ട് നമ്മൾ വിമാനം വാങ്ങിക്കുമ്പോൾ അതിലെ ഒരു 3-4 വിമാനങ്ങൾ പലപ്പോഴും അത് യുദ്ധത്തിന് മാത്രമല്ല, അതൊരു പരിശീലനത്തിനൂടെ ആയിരിക്കും. അത് ഡബിൾ എഞ്ചിൻ അല്ല ഡബിൾ സീറ്ററുകളായിരിക്കും, മറ്റേ സിംഗിൾ സീറ്റർ ഫൈറ്റർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ റഫാൽ വിമാനങ്ങൾ കൈകാര്യം ചെയ്ത് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ അത് വളരെ കാര്യക്ഷമമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എളുപ്പം ഈ പറയുന്ന പുതുതായി വരുന്ന വിമാനം, ഇതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നീട് ഇത് ഉപയോഗിച്ച് നമ്മുടെ വിമാനങ്ങൾ തന്നെ റീഫ്യൂവൽ ചെയ്യും. ഹലോ സർ, വ്യോമസേനയുടെ വിമാനങ്ങളുമായിട്ട് രണ്ട് പ്രയോജനങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ ഇതൊന്ന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്, അത് മുതൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമോ സാർ? കട്ടായ പോയ അത് രണ്ടും, ആ രണ്ട് പറഞ്ഞാൽ മതി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തന്നെ നമ്മൾ റഫാൽ വിമാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതായത് 36 റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത് വ്യോമസേനയുടെ കൈവശമാണ്. അപ്പോൾ ഈ റഫാൽ വിമാനങ്ങൾ ഇനി നമ്മൾ ഈ നേവിക്ക് വേണ്ടി വരുന്നതും അടിസ്ഥാനപരമായി ഏവിയോണിക്സ് അല്ലെ റഡാർ, ഇതെല്ലാം ഈ വിമാനങ്ങൾക്കെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. ചില ലാൻഡിങ് ഗിയേഴ്സ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളായിരിക്കും അതിന് വ്യത്യസ്തമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ സാധാരണ വിമാനങ്ങൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവയിലെ ഇപ്പോൾ ഈ 36 വിമാനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിലെ 4 എണ്ണം ശരിക്കും പറഞ്ഞാൽ അത് പരിശീലനത്തിനൂടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 26 എണ്ണം വാങ്ങിക്കുമ്പോൾ അത് 2 എണ്ണം പരിശീലനത്തിനൂടാണ്. അങ്ങനെ പരിശീലനത്തിന് മാത്രം ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ എണ്ണം നമുക്ക് കുറയും. വിമാനം ഉപയോഗിച്ച് നമുക്ക് പരിചയമുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ കൈവശമുള്ള റഫാൽ സി എന്ന് പറയുന്ന വിമാനം, അതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അക്കാരണത്താൽ തന്നെ നമുക്കിതൊരു വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ
ഇപ്പോൾ കൈവശമുള്ള വിമാനങ്ങളുടെ തന്നെ റീഫ്യൂവലിങ്ങിന് ഈ വിമാനങ്ങൾ, റഫാൽ എം എന്ന് പറയുന്ന ഈ വിമാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നമ്മുടെ നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ഇടപെടലുകൾ, പിന്നെ ശത്രുവിൻ്റെ പിന്നെ കപ്പലുകളെയൊക്കെ പിന്തുടരുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പിന്നെ വിമാനങ്ങൾ നമ്മളെ സഹായിക്കും. അത് മാത്രവുമല്ല, നമുക്ക് വിമാനങ്ങളുടെ ഈ ഒരു ഷോർട്ടേജ് ഇന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. നേവിയുടെ കൈവശമാണ് ഈ വിമാനങ്ങൾ എങ്കിൽ പോലും പലപ്പോഴും ഇത് വ്യോമസേനയുടെയും കൂടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവ പല രീതിയിൽ പ്രയോജനപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഇത് 66,000 കോടി രൂപയാണ് ഇന്ത്യ ഇതിൽ മുടക്കുന്നത്. ഈ തീർച്ചയായിട്ടും ആ മുടക്കുന്നതിന് തീർച്ചയായിട്ടും പ്രയോജനമുള്ള വിമാനമാണ് ഫ്രാൻസിന്റെ റഫാൽ. ഈ ഫ്രാൻസിന്റെ മിറാഷ് ആയിരുന്നു ഈ അതായത് കാർഗിൽ യുദ്ധം നടന്നപ്പോഴൊക്കെ ഇന്ത്യക്ക് ഏറ്റവും പ്രയോജനം ചെയ്തിരുന്ന വിമാനം. ആ മിറാഷിൽ ആണ് പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള, അതായത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബോംബുകളെ അല്ലെങ്കിൽ മിസൈലുകളെ ഇതൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് ഫ്രാൻസിന്റെ മിറാഷ്. അപ്പൊ ആ മിറാഷ് നമ്മൾ ഫേസ് ഔട്ട് ചെയ്യുമ്പോഴേക്കും ആ സ്ഥാനം റഫാൽ ഏറ്റെടുക്കുകയും, മാത്രമല്ല ഫ്രാൻസ് എന്നും ഇന്ത്യയെ പിന്നെ സ്പെയർ പാർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ എന്തെങ്കിലും പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റിപ്പയർ വർക്ക് ആണെങ്കിലും ഇതൊക്കെ വളരെ കാര്യക്ഷമമായി തന്ന യുദ്ധസമയങ്ങളിൽ എന്നും ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഫ്രാൻസ്. അപ്പോൾ ഈ ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടത് നിശ്ചയമായിട്ടും അത് വലിയൊരു മുന്നേറ്റം അല്ലെ അഡ്വാൻറ്റേജ് ഇന്ത്യൻ നേവിക്ക് ഉണ്ടാകുന്നതിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ നേവി ഇതിന്റെ ഒരു ഇതൊരു ഫോർ എന്ന ഒരു രീതിയിലേക്ക്, കാരണം നമുക്ക് ഇപ്പോൾ തന്നെ പ്രഡേറ്റർ സീ ഗാർഡിയൻ ഡ്രോൺ ഒക്കെ നേവിക്കുണ്ട്. പുതുതായിട്ട് പ്രഡേറ്റർ NB ഡ്രോൺ വരുമ്പോൾ അതിൽ 10 നേവിക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ 26 പിന്നെ റഫാൽ വിമാനങ്ങളിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നേവി ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഒരു പല മേഖലകളിലും ഇന്ത്യൻ മിലിറ്ററിയെ തന്നെ നയിക്കുന്ന ഒരു ലെവലിലേക്ക് ഇന്ത്യൻ നേവി ഉയരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പുതിയ റഫാലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകളിൽ നമ്മൾ ആദ്യം മെറ്റിയോറിന്റെ കാര്യം പറഞ്ഞു. അത് എയർ ടു എയർ മിസൈലാണ്. അതുപോലെ തന്നെ മൈക്ക എന്ന് പറയുന്ന പിന്നെ എയർ ടു ലാൻഡ് മിസൈലുകളുണ്ട്. അത് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകൾ. പിന്നെ അതുകൂടാതെ സ്കാപ്പ് എന്ന് പറയുന്ന മറ്റൊരു മിസൈല്. അങ്ങനെ ഒരുപാട് ഗൈഡഡ് പ്രിസിഷൻ മ്യൂണീഷൻ എന്ന് പറയുന്ന, അതായത് കൃത്യമായിട്ട് എതിരാളിയുടെ ബങ്കറുകൾ തകർക്കാനോ അല്ലെങ്കിൽ എതിരാളിയുടെ കപ്പലുകൾ തകർക്കാനോ അല്ലെങ്കിൽ എതിരാളിയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനോ ഇതിനൊക്കെ പറ്റുന്ന മിസൈലുകൾ അടങ്ങിയ ഒരു വിമാനമാണ്. നമ്മൾ പറയും പിന്നെ റഫാൽ ആദ്യം എയർഫോഴ്സിന് വേണ്ടി ഇന്ത്യ വാങ്ങിക്കുമ്പോൾ വലിയൊരു പരാതി ഇന്ത്യയിൽ ചില ആൾക്കാരൊക്കെ ഉന്നയിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഖത്തർ ഇന്ത്യക്ക് ലഭിച്ചതിനേക്കാൾ വില കുറച്ചാണല്ലോ ഖത്തറിന് ഫ്രാൻസ് റഫാൽ നൽകിയത് എന്നാണ്. അപ്പോൾ അതിനുള്ള വിശദീകരണം കേന്ദ്ര സർക്കാർ കൊടുത്തത് വെറും വിമാനം മാത്രമല്ല വിമാനത്തിന്റെ വില, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങളാണ്. പ്രത്യേകിച്ചും യുദ്ധവിമാനങ്ങളെ യുദ്ധവിമാനമാക്കി മാറ്റുന്നത് ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങളാണ്. ഈ ആയുധം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പൊ എയർ ടു എയർ മിസൈൽ ഇല്ലെങ്കിൽ എത്ര പിന്നെ ആധുനികമായ ഏവിയോണിക്സ് ഉള്ളതാ, അല്ലെങ്കിൽ എത്ര പിന്നെ വേഗത കൈവരിക്കാൻ പറ്റുന്ന എത്ര അഡ്വാൻറ്റേജ് ഉള്ള വിമാനമാണെങ്കിലും ശരി, എയർ ടു എയർ മിസൈൽ കൈവശം ഇല്ലെങ്കിൽ ആ വിമാനം ഇല്ലാതായി. കാരണം ഇന്നത്തെ വ്യോമയുദ്ധം പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഡോഗ് ഫൈറ്റ് എന്ന് പറയും. അതായത് 2 വിമാനങ്ങൾ അടുത്ത് വന്നിട്ട് കരണം മറിഞ്ഞും പിന്നെ അതുപോലെ തന്നെ വേഗത കൂട്ടിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു അഭ്യാസ പ്രകടനങ്ങൾ പോലുള്ള യുദ്ധങ്ങളായിരുന്നു. നമ്മൾ 2 ഫയൽമാന്മാർ ഗോദയിൽ യുദ്ധം ചെയ്യുന്ന പോലെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ യുദ്ധം അങ്ങനൊന്നുമല്ല. ഇത് പിന്നെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കില്ല. ഏതാണ്ട് ഒരു 60-70 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ മിക്കവാറും ശത്രു വിമാനത്തിന്റെ കഥ കഴിക്കും. അപ്പൊ പിന്നെ ആകാശ യുദ്ധത്തിന്റെ ഒരു രീതി തന്നെ മാറിക്കഴിഞ്ഞു. അപ്പം ഈ ആധുനിക ആയുധങ്ങളാണ് വിമാനത്തിന്റെ വില നിശ്ചയിക്കുന്നത്. ഏതൊക്കെ മിസൈൽ ഘടിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റഡാറുകൾ എത്രത്തോളം ഇഫക്റ്റീവാണ്. പലതരം റഡാറുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള റഡാർ അല്ലെ ഏവിയോണിക്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സാങ്കേതികതകളുണ്ട്. ഇതൊക്കെയാണ് വിമാനത്തിന്റെ വിലയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ആധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച റഫാൽ വിമാനം തീർച്ചയായിട്ടും അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ ഈ പറയുന്ന ആയുധങ്ങളുടെ വിലയാണ്.
ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ശരിക്കും പാകിസ്ഥാനും ചൈനയ്ക്കും മേൽ അവരോട് പോരടിച്ച് നിൽക്കുക മാത്രമല്ല, മുൻകൈ തന്നെ തരും, ഒരു മേൽക്കൈ തന്നെ തരും. ശരിക്കും ഈ നമ്മുടെ ഈ ദക്ഷിണേഷ്യ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിൽ അതിനൊരു കണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറയും. അത് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എയർ സ്പേസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഇറാഖിലോ അല്ലെങ്കിൽ പിന്നെ സിറിയയിലോ ഒന്നും അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഇല്ല. കാരണം അവിടെ ആ രീതിയിലുള്ള പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലോ വിമാനവേദ മിസൈലുകളോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ശരി, അത്തരം ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അല്ലെങ്കിൽ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ ഇവയെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു അനുഗ്രഹമാവും. എന്തായാലും നിശ്ചയമായിട്ടും പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നേവിക്ക് ഇത് ഈ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മേൽ ഒരു മേൽക്കൈ തന്നെ കൊടുക്കും, യാതൊരു സംശയവും വേണ്ട.